മിഥുൻ വിജയകുമാർ, മാധ്യമങ്ങൾ എങ്ങനെ വാർത്തയെ വളച്ചൊടിക്കുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇന്ന് ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ബി ജെ പിയിലെ ഇപ്പോഴത്തെ നേതാക്കളെ, അതായത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും രഘുനാഥിനെയും കുറുവ സംഘം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ബി ജെ പിയുടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ ശ്രീ സജീവനോട് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ല കാര്യവും വന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം എനിക്കറിയില്ല. കാരണം ശ്രീ സജീവനോടൊക്കെ ഞാൻ സംസാരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ സ്മൃതി, ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. അല്ല, അങ്ങനെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്. അപ്പം മാത്രമല്ല, ഇങ്ങനെ പല ഇലക്ഷനിലും ബി ജെ പിക്ക് ഉള്ളിൽ നിന്നും തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ബി ജെ പിക്കാർ തന്നെ വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പം ഇതൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ഇപ്പൊ താങ്കളുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനെ താങ്കൾക്ക് ഒഫീഷ്യൽ ആണെന്ന് അക്നോളജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഞാനെന്താ ജില്ലാ കമ്മിറ്റി ഒട്ടിച്ച പോസ്റ്റർ ആണെന്ന് പറയണമെന്നാണോ ഞാൻ ചോദിക്കുന്നത്? ബി ജെ പി ഭിന്നതയാണ് ചോദിച്ചത് മിഥുൻ. താങ്കൾക്ക് ഇത് ഭിന്നതയുടെ ഭാഗമായിട്ട് പുറത്തു വന്നിരിക്കുന്ന പോസ്റ്ററുകളാണ്. അവിടെ തന്നെ ബി ജെ പി രണ്ട് രീതിയിൽ നേതാക്കൾ രണ്ട് ഭാഗത്ത് വിഭാഗീയതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. സ്മൃതി, ഞാൻ വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാനൊരു കോർപ്പറേറ്റ് ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ എന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റി ഞാൻ വെരിഫൈ ചെയ്യും. താങ്കൾ ഈ പബ്ലിഷ് ചെയ്യുന്ന ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഇൻഫർമേഷൻ, അതിന്റെ ഓതന്റിസിറ്റി താങ്കൾക്ക് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? താങ്കൾ ഒരു മാധ്യമമല്ലേ? താങ്കൾ ഞാനൊരു മാധ്യമ പ്രവർത്തകയാണ്. ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിന് പുറത്ത് ബി ജെ പിയിലെ പ്രധാന നേതാക്കൾക്കെതിരെ പോസ്റ്റർ വന്നാൽ അതൊരു വാർത്തയാണ് മിഥുൻ. അല്ല, അത് ആരൊട്ടിച്ചു? താങ്കൾ പറഞ്ഞു വരുന്നത് സി പി എമ്മും കോൺഗ്രസ് ഒട്ടിച്ചെന്നാണോ? തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ബി ജെ പി അങ്ങനെയാണെങ്കിൽ ബി ജെ പി ജില്ലാ ഘടകവും കേസ് കൊടുക്കണമല്ലോ, ഒരു പരാതി കൊടുക്കണമല്ലോ. ഒന്നും സംഭവിച്ചില്ല. അവര് കൊടുക്കുമല്ലോ. അല്ല, ഇതുവരെ സംഭവിച്ചില്ല. നേരത്തോട് നേരം ആയല്ലോ. ഇന്ന് രാവിലെയാണല്ലോ പ്രത്യക്ഷപ്പെട്ടത്. രാത്രി 8 മണി നമ്മൾ ചർച്ച ചെയ്യുന്നതിനുള്ള അവിടെ CCTV ഒക്കെ ഉണ്ട്. ജില്ലാ ഘടകത്തിന് തന്നെ വേണമെങ്കിൽ പരിശോധിച്ചാൽ ആരാണ് ഒട്ടിച്ചതെന്ന് കണ്ടെത്താനാകും. ഏത് വിഭാഗത്തിൽ നിന്നാണ് പോസ്റ്റർ വന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ തെളിയിക്കാനാകും. അല്ല, അത് അവർ ചെയ്യോ ചെയ്യാതിരിക്കോ എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ശരി, അപ്പോൾ മിഥുൻ എന്താണ് പറഞ്ഞു വരുന്നത്? ബി ജെ പിയിൽ പ്രശ്നങ്ങളില്ല എന്നും സുരേന്ദ്രൻ തുടരും എന്നുള്ളതാണോ മിഥുന്റെ വാദം? അല്ല, താങ്കൾ ഈ ഫ്ലാഷ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞോട്ടെ. കാരണം താങ്കളുടെ ന്യൂസിൽ ഇപ്പൊ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ വാലിഡേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം താങ്കളുടെ കയ്യിലുണ്ടോ? ഒന്നും തന്നെയില്ല. കാരണം ഇത് ബി ജെ പിക്കാരന് ഒട്ടിച്ചത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, ഇതിന്റെ ഓതന്റിസിറ്റി, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാത്രിയുടെ മറവിൽ ഒട്ടിക്കുന്നവരെ കണ്ടെത്തുന്ന പോലീസിന്റെ പണിയല്ലല്ലോ മാധ്യമങ്ങൾക്ക്. രാവിലെ ആ പോസ്റ്റർ വന്നാൽ അത് വാർത്തയാണ് മിഥുൻ. അപ്പം ഏറ്റവും ചുരുങ്ങിയത് സ്മൃതി, അതിനെ വെരിഫൈ ചെയ്യുക എന്നൊരു ഒരു മാധ്യമ ധർമ്മം ഉണ്ടല്ലോ അവിടെ. എന്താണ് വെരിഫൈ ചെയ്യേണ്ടത്? താങ്കൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞു. എന്താണ് വെരിഫൈ ചെയ്യേണ്ടത് മിഥുൻ? ഇതില് ബി ജെ പി ആണ് ഇത് ഒട്ടിച്ചത്, അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ളിൽ നിന്നുമുള്ള വിമർശനമാണ് ഇത് എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ താങ്കളോട് ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. താങ്കളാണല്ലോ ഇത് പറഞ്ഞത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇത് താങ്കൾക്ക് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് വെരിഫൈ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും ഒട്ടിച്ചതാണെന്നാണോ താങ്കളുടെ വാദം? സേവ് ബി ജെ പി അത്രയ്ക്ക് മാനിപ്പുലേറ്റ്. താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അത്രയ്ക്ക് മാനിപ്പുലേറ്റീവ് അല്ല നമ്മുടെ ആളുകൾ എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? ബി ജെ പിക്ക് പുറമേ നിന്നുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. സി പി എമ്മിനോ കോൺഗ്രസിനോ അങ്ങനെ ചെയ്യാനുള്ള ബുദ്ധിശേഷി പോലും ഇല്ല എന്ന് താങ്കൾ പാലക്കാട് തോറ്റിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ എവിടെയും വിജയിക്കാത്ത ഒരു ബി ജെ പിക്കെതിരെ ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കേണ്ട അവസ്ഥ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല. ശ്രീ മിഥുൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പാർട്ടിക്കകത്താണ് ഭിന്നതയുള്ളതും പരസ്പര ആരോപണങ്ങളുള്ളതും. ബി ജെ പി ഒന്നാമത്തെ കാര്യം എന്റെ പാർട്ടി ഒന്നുമല്ല ബി ജെ പി. ചെയ്യാനുള്ള അല്ല, എന്റെ പാർട്ടി അല്ല ബി ജെ പി. ബി ജെ പിയെ ഞാൻ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രീലാൻസർ എന്ന നിലയ്ക്ക് മാത്രമാണ്. കാരണം ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പർ പോലും അല്ല, അങ്ങനത്തെ ഒരാളാണ്. മാത്രമല്ല, ഞാൻ മൈഗവിന്റെ ഭാഗമായിരുന്നു. ഞാൻ ബി ജെ പിയുടെ ഭാഗമൊന്നുമല്ല. അത് എന്താ പറയാ, നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ ബി ജെ പിയുടെ പൊളിറ്റിക്സ് ഒന്നും ഞാൻ ആക്റ്റീവായി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ വെരിഫൈ പോലും ചെയ്യാതെ താങ്കൾ ഇതിനെ കുറിച്ച് എന്താ പറയുക, ഇത് ബി ജെ പിയുടെ ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചാപ്പ കുത്തുന്നത് ശരിയല്ല. താങ്കൾ ഇനി അടുത്ത ഘട്ടത്തിൽ അത് താങ്കളുടെ അഭിപ്രായമായി അവിടെ രേഖപ്പെടുത്തുകയാണ്. ശരി മിഥുൻ, അത് അവിടെ ഒരു അഭിപ്രായമായി രേഖപ്പെടുത്തുന്നു. ഇനി പറയൂ, കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരും എന്നതാണോ താങ്കളുടെ നിരീക്ഷണം?
അല്ല, ശ്രീ കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയോ തുടരാതിരിക്കുകയോ അത് പാർട്ടിയുടെ ഇന്റേണൽ ഡിസ്കഷനാണ്. പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ അവിടെ ഞാനൊരു തീരുമാനം പറയാൻ ആളല്ല. അല്ല, കാരണം അത് താങ്കൾ തീരുമാനം ശ്രീ പറയണം കെ എന്നല്ല സുരേന്ദ്രൻ മിഥുൻ, നമ്മളൊരു ചർച്ചയിൽ പങ്കെടുക്കുകയല്ലേ. താങ്കൾക്ക് എന്റെ തോന്നുന്ന അഭിപ്രായം കാര്യം എനിക്ക് താങ്കളുടെ പറയാം. അഭിപ്രായമാണ് എനിക്ക് ഞാൻ തോന്നുന്ന ചോദിച്ചത്. കാര്യം താങ്കൾ ഒരു എനിക്ക് തോന്നുന്ന തീരുമാനമെടുത്ത് കാര്യം ബി ജെ അവിടെ പിയിൽ നടപ്പാക്കണമെന്നല്ലല്ലോ ഞാൻ പറയുന്നത്. പരിഹാസ്യമായ മറുപടികൾ പറയാതിരിക്കൂ. അല്ല, ഞാനൊരു കാര്യം പറയാം സ്മൃതി, താങ്കൾ ഇത്ര തളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ എന്റെ ഒപ്പീനിയൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ ബി ജെ പിക്ക് ഉള്ളിലെ കാര്യങ്ങൾ, ഇന്റേണൽ ഡിസ്കഷൻസ്, അത് ബി ജെ പിയുടെ തന്നെ ഓണർഷിപ്പ് ഉള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബി ജെ പിക്ക് ഉള്ളിൽ ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ചലനങ്ങൾ അത് വലിയത് തന്നെയാണ്. കാരണം ഒരു മീഡിയ ലെവലിലൊക്കെ തന്നെ ബി ജെ പി വലിയ ഡിസ്കഷനായി മാറിയത് ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം തന്നെയാണ്. കോവിഡ് സമയത്താണ് അദ്ദേഹം അധ്യക്ഷനാവുന്നത്. അപ്പൊ ആ സമയത്ത് ബി ജെ പിക്ക് കിട്ടിയ വിസിബിലിറ്റി അത് ചെറുതൊന്നുമല്ല. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ബി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം തന്നെയാണ്. കാരണം ഒരു ഒരു യൂത്ത് ലെവലിലേക്കൊക്കെ അദ്ദേഹം എന്താ പറയുക, യൂത്ത് സ്കിൽസിനൊക്കെ എന്താ പറയുക ടാപ്പ് ഇൻ ചെയ്യാൻ തുടങ്ങി. ഇതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ ഇന്റലക്ച്വൽ സെല്ല്, കൾച്ചറൽ സെല്ല്, ഐ ടി സെല്ല്, ഇതിന്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ നമ്മൾ കാണാൻ തുടങ്ങിയത് ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ്. അതൊന്നും ഒരിക്കലും ഒരു മാധ്യമ ചർച്ചയൊന്നും ആവുന്ന വിഷയമല്ല. പക്ഷെ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം ബി ജെ പിയുടെ ഇന്റേണൽ ഡൈനാമിക്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചൊരു നേതാവാണ്. കാരണം അത് മുമ്പത്തെ നേതാക്കളുമായി, മുമ്പത്തെ പ്രസിഡന്റുമാരുമായി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒരു മോഡേൺ അഗ്രസീവ് ഓൾട്ടർനേറ്റീവ് ആണ് ബി ജെ പി എന്ന് പല ആളുകളും ചിന്തിച്ചു തുടങ്ങി. അപ്പം ആ ഒരു ലെവലിലേക്ക് പാർട്ടിയെ വളർത്തിയെടുക്കാൻ സാധിച്ച ഒരു നേതാവാണ്. പിന്നെ ലോങ് ടേം സ്ട്രാറ്റജീസ് പലപ്പോഴും അതിനെ യൂട്ടിലൈസ് ചെയ്യാനും ലോങ് ടേം സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ബി ജെ പിയുടെ എന്താ പറയുക ഒരു വോട്ടർ ബേസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിച്ചൊരു നേതാവാണ്. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആസ് എ പ്രസിഡന്റ് ഓഫ് ബി ജെ പി അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അപ്പം ഇതിനെയൊക്കെ തന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റായി തുടർന്നേക്കാം. അല്ലെങ്കിൽ അതിന് ഒരു ഓൾട്ടർനേറ്റീവായി മറ്റൊരു ഓപ്ഷൻ അവർ കണ്ടെത്തിയേക്കാം. മിഥുൻ, അത് അപ്പോൾ അവരുടെ ഇന്റേണൽ അതായത് ഡിസ്കഷനാണ്. പക്ഷേ ഇപ്പോൾ ബി ഏറ്റവും ജെ പിയുടെ നന്നായി പ്രവർത്തിച്ചിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ അതിനെതിരെ ഒരു അല്ല ഞാൻ പടയൊരുക്കമുണ്ട്. അവിടെ മറ്റു നേതാക്കൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണോ? അല്ല, ഞാൻ ബി ജെ പിയുടെ പൊളിറ്റിക്സിനെ കമ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ സി കെ പത്മനാഭൻ മുതൽക്ക് ഇങ്ങോട്ടുള്ള നേതാക്കളുടെ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ്. അപ്പം സി കെ പത്മനാഭൻ ആണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ 1999 മുതൽക്ക് 2003 വരെയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് പാർട്ടിയുടെ എന്താ പറയുക കാഡറൊക്കെ ശക്തിപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് ഡോമിനൻസിനെ അത്രയധികം ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കാത്തൊരു നേതാവാണ്. അതേപോലെ തന്നെ ശ്രീധരൻ പിള്ള 2 ടേം ഉണ്ടായിരുന്നു, 2003 മുതൽ 2006 വരെ, 2018 മുതൽ 2020 വരെ. അപ്പം ഈ സമയത്തൊക്കെ ഇവർക്കൊക്കെ തന്നെ സാധിച്ചത് പാർട്ടിയുടെ എന്താ പറയുക, ശ്രീധരൻ പിള്ള കുറച്ചുകൂടെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള നേതാവായിരുന്നു. ഓരോ നേതാവിനും അവരുടേതായിട്ടുള്ള എന്താ പറയുക ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ കോൺസും ഉണ്ട്. ഇപ്പം ശ്രീധരൻ പിള്ളയുടെ സമയത്താണ് ശബരിമല വിഷയമൊക്കെ നടക്കുന്നത്. അപ്പൊ ശബരിമല വിഷയത്തിൽ അതിനെ ഒരു വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ബി ജെ പിയുടെ വിസിബിലിറ്റി കൂട്ടാൻ സാധിച്ചു. പക്ഷെ ശ്രീ കെ സുരേന്ദ്രൻ വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങളുണ്ട് പാർട്ടിക്ക്. ഇപ്പൊ തോറ്റു കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ സുരേന്ദ്രന്റെ കുറ്റം, ജയിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയുടെ മിടുക്ക് എന്നൊരു നെറേറ്റീവ് ആണല്ലോ ഇപ്പൊ പുഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പം തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ അത് സുരേന്ദ്രന്റെ മിടുക്കൊന്നുമല്ല, അത് സ്ഥാനാർത്ഥിയുടെ കേപ്പബിലിറ്റി മാത്രമാണ്. പക്ഷേ അത് തോറ്റു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അതിന്റെ തന്നെയാണ് ഉത്തരവാദിത്തം പറഞ്ഞത്. മൊത്തം അല്ല, അത് തോറ്റു കഴിഞ്ഞാൽ അത് മൊത്തം സുരേന്ദ്രനെ തലക്കിട്ട് കെട്ടിവെക്കണം എന്നൊരു രീതിയിലാണ് മാധ്യമ ചർച്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എവിടെ തൃശൂർ വിജയം തോറ്റാലും അത് എന്റെ സുരേന്ദ്രന്റെ വിജയം കുറ്റം. എന്ന് ആദ്യം പറഞ്ഞത് ജയിച്ചു സുരേഷ് കഴിഞ്ഞാൽ ഗോപിയാണ് മിഥുൻ. അല്ല, അതില് സംഘടനാ ശക്തി ഒട്ടും ഉപയോഗിക്കാതെ സുരേഷ് ഗോപി തന്റെ പേഴ്സണൽ മിടുക്ക് കൊണ്ട് ജയിച്ചു എന്നാണോ താങ്കൾ പറഞ്ഞത്? അല്ല, അതിപ്പോ ഞാൻ സുരേഷ് ഗോപി പറയുന്നതല്ല, പറഞ്ഞാലും സുരേഷ് പറഞ്ഞില്ലെങ്കിലും ഗോപി പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞില്ലെങ്കിലും സംഘടനയുടെ ഒരു ശക്തി ഉപയോഗിക്കാതെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. അവിടെ സംഘടനയുടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടി ഇറങ്ങി തിരിച്ചിട്ടു. അതിനെയൊന്നും കാണാതെ തോറ്റു കഴിഞ്ഞാൽ മാത്രം സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുക, ജയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എന്താ പറയുക ക്രെഡിറ്റ് അതാണ് മൊത്തം കെ ജയിച്ച സുരേന്ദ്രനും സ്ഥാനാർത്ഥിക്ക് മാത്രം എന്ന രീതിയിലാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തോൽക്കുമ്പോൾ അത് പ്രസിഡന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണല്ലോ, അത് ധാർമ്മികമായി താൻ പാലക്കാട് ഏറ്റെടുക്കാൻ തോൽവിയാണ്. തയ്യാറാണ് പാലക്കാട് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ അത് ചില നേതാക്കൾക്കുള്ള അത് മറുപടിയാണ്. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി, ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പാലക്കാട് തോൽവി ഇപ്പൊ താങ്കൾ നോക്കൂ. പാലക്കാട് തോൽവി വെച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് എന്താ പറയുക, ഈ ഇടയ്ക്ക് ഈ ശ്രീധരൻ വന്നതിന് ശേഷം ഉള്ള ഒരു എന്താ പറയുക ഉയർച്ചയെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ
2016 എന്തായിരുന്നോ BJP അത് തന്നെയാണ് BJP ഇപ്പോഴും ഉള്ളത്. അപ്പം ആ ഒരു പെർസെന്റേജിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ എത്ര വോട്ട് ഷെയർ എത്ര വോട്ട് അല്ല, ഷെയർ ഉണ്ടായിരുന്നു പാലക്കാട് അത്രത്തോളം BJP ക്ക് നിലനിർത്താൻ സ്വാധീനമുള്ള സാധിച്ചിട്ടുണ്ട്. മേഖലകളിൽ വോട്ട് കുറഞ്ഞു എന്നൊരു യാഥാർത്ഥ്യം നിൽക്കുകയാണല്ലോ. നഗരസഭ എന്നുള്ളത് BJPയുടെ പക്കലുള്ളതാണ്. നഗരസഭയിൽ ഏത് രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടായി? 11,000 വോട്ട് എന്ന് പറയുന്ന ഇ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ, ആ വോട്ടുകൾ പൂർണ്ണമായും BJPയുടേതല്ല എന്ന് ഇപ്പോൾ പറയാമെങ്കിലും നിങ്ങൾ അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് BJPയുടെ വോട്ടുകൾ, BJPക്ക് ഉയർന്ന വോട്ടുകൾ എന്ന് തന്നെയാണ്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോവുകയാണ്. BJPക്ക് ഞാൻ ഒരൊറ്റ ഈ CPM പ്രതിനിധി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഉം. അപ്പം അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, 2011 ശേഷം അവിടെ CPM അദ്ദേഹം BJP രാഷ്ട്രീയത്തെ ഇത്രയധികം വിമർശിക്കുന്നു. പക്ഷെ CPM അവിടെ എന്ത് വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു എന്ന കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം എന്താ പറയുക, BJP എന്ത് മറുപടി കൊടുക്കും എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ CPM എന്ത് മറുപടി കൊടുക്കും എന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. എന്തുകൊണ്ട് താങ്കൾ പാലക്കാട് തോറ്റു എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. ഈ പറയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആർക്കും കയറി ചെല്ലാമെന്നൊക്കെ. മുഖ്യമന്ത്രി അതൊരു പക്ഷെ ശരിയായിരിക്കാം കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഉള്ള ഒരു കോൺ ആർട്ടിസ്റ്റ്, അദ്ദേഹം അസിസ്റ്റന്റ് കമ്മീഷണർ ആണെന്നൊക്കെ പറഞ്ഞ് വേഷം മാറിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഫോട്ടോ എടുത്ത് അതൊക്കെ പബ്ലിഷ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാധീനമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വർഗീയ പാർട്ടികളുടെ സപ്പോർട്ട് എന്താ പറയുക തേടിയ പാർട്ടിയാണ് CPIM. ഈ മദനിയെ പോലുള്ള ആളുകളെ വിളിച്ചിരുത്തി മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്ത പാർട്ടി ആരാണ്? CPIM ആണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും ഈ പറഞ്ഞ പോലെ എന്താ പറയുക വർഗീയവാദികളുടെ കൂട്ടുപിടിക്കാതെയാണ് ഞങ്ങൾ എല്ലാ ഇലക്ഷനും മത്സരിക്കുന്നതെന്നൊന്നും പറയാനുള്ള ഒരു അവകാശവാദവും ഇവിടെ ഉന്നയിക്കാൻ സാധിക്കില്ല. അപ്പം അദ്ദേഹം ഇവിടെ BJPയെ ഇത്രയധികം വിമർശിക്കുന്നെങ്കിൽ CPIM എന്തുകൊണ്ട് പാലക്കാട് നിരന്തരമായി തോൽക്കുന്നു എന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അവിടെ സരിനെ മത്സരിപ്പിക്കുന്നു. CPM-ൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുമില്ലേ? CPM-ൽ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റിയ ഒരു നേതാവ് പോലും ഇല്ലേ പാലക്കാട്? ഇവർക്ക് സരിനെ മാത്രം കൊണ്ടുപോയി മത്സരിപ്പിക്കേണ്ടിയിരുന്നു. അപ്പം അതെന്ത് സ്ട്രാറ്റജി ആയിരുന്നു? അവിടെ CPM-ന് വേണ്ടി കഷ്ടപ്പെടുന്ന, അവിടെ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന, അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ആരും ഇല്ലാഞ്ഞിട്ടാണോ സരിനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ CPM എന്തുകൊണ്ടാണ് ഒരു ശരിക്കുള്ള ഒരു എന്താ പറയാ ജനങ്ങളെ ശരി. വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് സാധിക്കാത്തത്? അതൊരു വലിയ ചോദ്യമായി ഇവിടെ കിടക്കുന്നില്ലേ?